ഹലോ അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായില്ലേ റെസിപ്പി വീഡിയോസൊന്നും കാണിക്കാത്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പലർക്കും ഉണ്ടാക്കിയിട്ട് റെഡിയാകാതെ വന്നിട്ടുള്ളൊരു സ്നാക്കായിട്ടാണ് ഈ ഒരു നെയ്യപ്പം. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 250 ml ഈ ഒരു കപ്പിൽ 2.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. 6 മുതൽ 8 മണിക്കൂറെങ്കിലും നന്നായിട്ട് ഈ ഒരു പച്ചരി നമുക്ക് കുതിർത്തെടുക്കണം. നമ്മൾ എത്ര സമയം അരി കുതിർത്തെടുക്കുന്നോ അത്രയും നമ്മുടെ നെയ്യപ്പം പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ തീരെ ടൈമില്ല എന്നുണ്ടെങ്കിൽ ഒരു 5-6 മണിക്കൂറെങ്കിലും ഇത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ എടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരിപ്പയിലിട്ടിട്ട് ഇതിലുള്ള വെള്ളം മുഴുവനും കളഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കുക. ഇനി ഇതിലേക്കുള്ള ശർക്കരപ്പാനി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 400 ഗ്രാം ശർക്കര ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 7 പീസ് ശർക്കര ഉണ്ട്. ഇതിപ്പം ചെറുതായതുകൊണ്ട് 7 എടുത്തതാണ്. നല്ല വലുപ്പമുള്ളതാണെങ്കിൽ ഒരു 4-5 പീസ് മതിയാകും. ഇതിലോട്ട് 250 ml ഈ ഒരു കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടി പോവരുത്, അതുപോലെ തന്നെ കുറഞ്ഞും പോവരുത്. കാരണം ഈ ഒരു ശർക്കര ഉരുക്കിയ വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ അരി അരച്ചെടുക്കുന്നത്. എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക. ഇനി ഈ ഒരു ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിച്ചിട്ട് ഒരു സൈഡിലോട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ചെറുതായി ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിയിൽ അരിയിട്ടിട്ട് വെള്ളത്തിന് പകരം ഈ ഒരു ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. ഇനിയൊരു മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു അരിയുടെ പകുതി ചേർത്ത് കൊടുക്കുക. നമ്മൾ 2 പ്രാവശ്യമായിട്ടാണ് ഈ ഒരു അരി അരച്ചെടുക്കുന്നത്. അപ്പോൾ പകുതി അരി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ശർക്കരപ്പാനിയുടെ പകുതി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതിപ്പോൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അരക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് അങ്ങ് ഫൈനായിട്ട് അരച്ചെടുക്കരുത്. ജസ്റ്റ് ആ ഒരു തരിതരി ഉണ്ടായിരിക്കുന്ന ആ ഒരു തരത്തിലാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. കാരണം നെയ്യപ്പം എന്ന് പറയുമ്പോൾ ക്രിസ്പി ആയിട്ടാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു തരിതരി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നെയ്യപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കി ബാച്ച് കൂടി നമുക്ക് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതാണ് നമ്മുടെ ഈ ഒരു കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഒരുപാട് ലൂസും ആയിപ്പോവരുത്, അതുപോലെ തന്നെ ഒരുപാട് കട്ടിയിലും ആയിപ്പോവരുത്. അപ്പോൾ നമ്മുടെ നെയ്യപ്പം നമ്മൾ വിചാരിച്ച പോലെ നന്നായി വരില്ല. ഇതിപ്പോൾ മുഴുവനും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചെറിയൊരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചെറിയൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് മൈദ ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള നെയ്യപ്പം എന്ന് പറയുന്നത് നെയ്യിലാണ് ഫ്രൈ ചെയ്തെടുക്കാറുള്ളത്. അതുകൊണ്ടാണ് ഇതിന് നെയ്യപ്പം എന്ന് പേര് വന്നതും. അപ്പോൾ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കറുത്ത എള്ളും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് നല്ല ജീരകം പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ കരിഞ്ജീരകം, ചുക്ക് പൊടി ഒക്കെ ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഏലക്ക പൊടിച്ചതും കറുത്ത എള്ളുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് 6 മുതൽ 8 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. നമ്മൾ നേരത്തെ അരി കുതിർക്കാൻ വെച്ചതുപോലെ തന്നെ ഈ ഒരു അരച്ച മാവും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. എന്നാലേ നമുക്ക് നെയ്യപ്പം നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. ഇനി കുറച്ച് തേങ്ങാക്കൊത്ത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് നെയ്യപ്പത്തിൻ്റെ കൂട്ടിലോട്ട് ഇട്ട് കൊടുക്കുക. ഈ ഒരു തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ നെയ്യപ്പം കഴിക്കുമ്പോൾ. ഇത് ഒരുപാട് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കരുത്. കാരണം നെയ്യപ്പം ചുട്ടെടുക്കുമ്പോൾ ഈ ഒരു തേങ്ങാക്കൊത്ത് തട്ടിയിട്ട് നമ്മുടെ നെയ്യപ്പം പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് പൊരിച്ചിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പം കുറച്ചൊരു തിക്നെസ്സിലാണ് ഇരിക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക.
അതിന് വേണ്ടിയിട്ട് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ച് ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ നെയ്യപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാൻ പറ്റും. അതുപോലെ ഓയിലിന് പകരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും നമ്മുടെ നെയ്യപ്പത്തിന്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു ഓയിൽ ചൂടായാൽ അതിലോട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ കിടന്നിട്ട് താനെ പൊങ്ങി വരികയാണ് ചെയ്യുക. അതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത്. നമ്മൾ ഇട്ട ഉടനെ തന്നെ മറിച്ചിട്ട് കൊടുക്കുക ഒന്നും ചെയ്യരുത്. ഇത് ഇങ്ങനെ തന്നെ താനെ പൊങ്ങി വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം എന്ന് പറയുന്നത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും ഒന്ന് മൊരിയിച്ചെടുത്തിട്ട് കോരി മാറ്റുക. ഒരുപാട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടതില്ല. അപ്പോൾ നമ്മുടെ നെയ്യപ്പം ഒരുപാടങ്ങ് ക്രിസ്പി ആയി പോകും. അപ്പം കഴിക്കാൻ ടേസ്റ്റ് കുറവായിരിക്കും. ഇതിപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാകും, ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കണ്ട. ഇനി ഇത് കോരി മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുള്ള നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് പൊട്ടിപ്പോവോ ഓയിൽ കുടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട്. അതുപോലെ ടേസ്റ്റും സൂപ്പറാണ്. നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു അരി കുതിർക്കാൻ വെക്കുമ്പോൾ മാക്സിമം ഒരു 8 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വെക്കുക. അതുപോലെ അരി അരച്ച മാവും ഇതുപോലെ തന്നെ ഒരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അത് മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലുള്ള നെയ്യപ്പം ചുട്ടെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നതെങ്കിൽ തലേ ദിവസം രാത്രി അരി കുതിർക്കാൻ വെക്കുക. എന്നിട്ട് രാവിലെ എടുത്തിട്ട് അരച്ചിടുക. അപ്പോൾ വൈകുന്നേരത്തേക്ക് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലുള്ള നെയ്യപ്പം ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ആ ഒരു മൈദ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ നടുഭാഗം നല്ല സോഫ്റ്റും സൈഡ് നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. നമ്മൾ മൈദ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത്. ആ ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം മതിയാകും. കാരണം നമ്മുടെ നെയ്യപ്പം എന്ന് പറയുന്നത് ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാകുക. അപ്പം നമ്മുടെ ഈ ഒരു നാടൻ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ അച്ചൂസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.